കഴിഞ്ഞ 13-ന് ഹമാസിന്റെ തുരങ്ക കേന്ദ്രങ്ങളിലേക്ക് കയറിച്ചെന്ന് ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷനിലൂടെ നിലവിൽ ഹമാസിന്റെ ലീഡർ ഇൻചാർജായിരുന്ന മുഹമ്മദ് സിൻവാറിനെ തീർത്ത വിവരം ഏതാനും ദിവസം മുമ്പ് പുറത്തുവന്നിരുന്നു. അന്ന് തന്നെ ആ വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും അക്കാര്യത്തിൽ ഇസ്രായേൽ സ്ഥിരീകരണങ്ങളൊന്നും നൽകിയിരുന്നില്ല. എന്നാൽ ഇന്നലെയാണ് ആ വാർത്തയുടെ സ്ഥിരീകരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിലൂടെ ഇസ്രായേൽ നടത്തിയത്. സിൻവാറിനെ തീർക്കാൻ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ഗാസയിലെ ഒരു ആശുപത്രിക്ക് താഴെയുള്ള തുരങ്ക ഒളിത്താവളത്തിൽ ഇസ്രായേൽ സൈന്യം തുടരെ ബോംബുകൾ അയച്ചുകൊണ്ട് നടത്തിയ ഓപ്പറേഷനിലായിരുന്നു മുഹമ്മദ് സിൻവാറിന്റെ അന്ത്യം. സിൻവാറിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ പിൻഗാമിയാകാൻ സാധ്യതയുണ്ടായിരുന്ന റാഫ ബ്രിഗേഡ് മേധാവി മുഹമ്മദ് ഷബാന ഉൾപ്പെടെ ഒരു ഡസനോളം തീവ്രവാദികളോടൊപ്പമാണ് കണ്ടെത്തിയത്. എന്നാൽ ആ റിപ്പോർട്ട് ഹമാസ് നിരാകരിക്കുകയാണ് ചെയ്തത്. എന്നാൽ എല്ലാ സംശയങ്ങൾക്കും ദൂരീകരണം വരുത്തിക്കൊണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും അതിനു പിന്നാലെ പ്രധാനമന്ത്രി നെതന്യാഹുവും രംഗത്തു വരികയായിരുന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന 5 ഹമാസ് ബ്രിഗേഡ് കമാൻഡർമാരിൽ ഗാസ സിറ്റി ബ്രിഗേഡ് കമാൻഡർ ഇസുദ്ദീൻ അൽ ഹദാദ് മാത്രമേ ഇനി ജീവനോടെ അവശേഷിക്കുന്നുള്ളൂ. അയാളായിരിക്കും ഇനി ഇസ്രായേലിന്റെ ആയുധമേറ്റ് മരിച്ചു വീഴുവാൻ വിധിക്കപ്പെട്ട അടുത്ത ഹമാസ് മേധാവി എന്ന കാര്യവും ഇതോടെ ഉറപ്പായിരിക്കുകയാണ്. ഇസ്രായേലിലേക്ക് അധിനിവേശം നടത്താൻ ഈജിപ്ഷ്യൻ തീവ്രവാദ സംഘടനയായ മുസ്ലിം ബ്രദർഹുഡ് പടച്ചുവിട്ട അവരുടെ ഭീകരഗ്രൂപ്പായ ഹമാസ് അസംഘടിത പാലസ്തീനിലെ ഗാസ കേന്ദ്രമാക്കി തമ്പടിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് ആക്രമണങ്ങളും അധിനിവേശങ്ങളും തുടരുകയായിരുന്നു. തീക്കടൽ സമാനമായ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്ന ഇസ്രായേൽ ജനത ഈജിപ്തിലെ ഫറവോയിൽ നിന്ന് തുടങ്ങിയ പ്രതിസന്ധികളെ നിശ്ചയദാർഢ്യം കൊണ്ടും പോരാട്ടവീര്യം കൊണ്ടും എല്ലാറ്റിലും ഉപരിയായി സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടും തന്നെയാണ് അതിജീവിച്ചത്. തങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തിക്കടുത്ത് ആയുധമോങ്ങി കാത്തുകിടക്കുന്ന ഹമാസിന്റെ ഭീകരതയെ ഫലപ്രദമായി പ്രതിരോധിച്ചുകൊണ്ട് തങ്ങളുടെ പൗരന്മാരുടെ ജീവൻ രക്ഷിക്കുക എന്ന കാര്യത്തിൽ കാർക്കശ്യം പൂണ്ട് തന്നെയാണ് ഇസ്രായേൽ നിലകൊണ്ടത്. അവരുടെ യുദ്ധം ഭീകരതയ്ക്കെതിരെയായിരുന്നു. എന്നാൽ പാലസ്തീനിലെ പട്ടിണിപ്പാവങ്ങളായ ചെറുപ്പക്കാരുടെ ഉള്ളിലേക്ക് മതതീവ്രവാദം കുത്തിവെച്ച് അവരെ റാഡിക്കലൈസ് ചെയ്ത് ആയുധം കൊടുത്ത് ഇസ്രായേൽ അതിർത്തിയിലേക്ക് ഇറക്കി വിടുമ്പോഴും ഹമാസിന്റെ നേതാക്കന്മാരെല്ലാം ഖത്തറിലെയും ഒമാനിലെയും ശീതീകരിക്കപ്പെട്ട മുറിക്കുള്ളിൽ സസുഖം വാഴുകയായിരുന്നു. എന്നാൽ നീ കഴുകനെപ്പോലെ ഉയർന്നാലും കൂടുവെച്ചാലും അവിടെ നിന്നും ഞാൻ നിന്നെ താഴെയിറക്കുമെന്നുള്ള അരുളപ്പാടുകളെ അനർത്ഥമാക്കിക്കൊണ്ട് പൊരുതിക്കേറിയ ഇസ്രായേൽ അഹമ്മദ് യാസീൻ, അബ്ദുൾ അസീസ്, റാമൻഡവി, മസൂദ് സഹാർ, മുഹമ്മദ് ഡെയ്ഫ്, മർവാൻ ഈസ, സലിയേൽ അരൂരി തുടങ്ങിയവരെ ആദ്യം ഭൂമുഖത്തു നിന്നും നീക്കം ചെയ്തു. ഇസ്രായേലിന് പിടികൊടുക്കാതെ ഖത്തറിൽ നിന്ന് VIP ഗസ്റ്റായി പെഷൻസ്കിയാരുടെ പട്ടാഭിഷേകത്തിന് ഇറാനിലെത്തി കഴിച്ചുറങ്ങാൻ കിടന്ന ഇസ്മായിൽ ഹനിയെ എന്ന അടുത്ത നേതാവിനെ ആ കിടപ്പിൽ തന്നെ ഇസ്രായേൽ ചാമ്പലാക്കി. എല്ലാറ്റിലുമൊടുവിൽ എല്ലാറ്റിന്റെയും സൂത്രധാരനായിരുന്ന യഹ്യ സിൻവാറെ റാഫയിലെ ഭീകരതാവളത്തിൽ കയറിയിരുന്ന ഇരിപ്പിൽ തീർത്തുകൊണ്ടാണ് ഇസ്രായേൽ മുന്നേറിയത്. അതിനുശേഷം നേതൃനിരയിലേക്ക് ഹമാസ് കണ്ടുവെച്ച മുഹമ്മദ് സിൻവാറിനെയാണ് കൃത്യമായ ആക്രമണത്തിലൂടെ ഇസ്രായേൽ യാത്രയാക്കിയത്. വെള്ളം കുടിക്കുന്നതിനേക്കാൾ തങ്ങൾക്കെളുപ്പം ഇസ്രായേലിലേക്ക് റോക്കറ്റ് അയക്കുന്നതാണെന്ന് വീരവാദം മുഴക്കിയ ഈ തീവ്രവാദിയും പടമായതോടെ നാഥനില്ലാ കളരിയായി മാറിയ ഹമാസ് പട്ടിണിയും പരിവട്ടങ്ങളും അടിസ്ഥാന ആവശ്യങ്ങൾ നിവർത്തിക്കാൻ കയ്യിൽ പണവുമില്ലാതെ നട്ടം തിരിയുകയാണ്. ഹമാസ് ഉപാധികളില്ലാതെ ഇസ്രായേലിന് മുൻപിൽ കീഴടങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗാസയിൽ സ്ഥിരമായി വെടിനിർത്തലിനുള്ള ഒരു ചട്ടക്കൂടിന് US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി ബുധനാഴ്ച നടത്തിയ പ്രസ്താവനയിൽ ഹമാസ് സമ്മതിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മധ്യസ്ഥരുടെ ഉറപ്പിൽ പാലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി 10 ഇസ്രായേലി തടവുകാരെയും നിരവധി ബന്ദികളുടെ മൃതദേഹങ്ങളെയും വിട്ടയക്കുന്നത് കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിനോടുള്ള ഇസ്രായേലിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് വ്യക്തമല്ല. എന്നാലും ഹമാസിനെ ഭൂപരപ്പിൽ നിന്ന് തൂത്തുകോരുവാൻ ഹമാസിന്റെ ആക്രമണത്തിന്റെയും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യാക്രമണത്തിന്റെയും 600 ദിവസങ്ങൾ ആചരിക്കുവാനും ഹമാസ് തടവിൽ അവശേഷിക്കുന്ന 58 ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിനും ആഹ്വാനം ചെയ്ത് യഹൂദ സമൂഹം ഇസ്രായേലിൽ ഉടനീളം റാലി നടത്തി. ഉപാധികളില്ലാതെ കീഴടങ്ങുക, മറ്റു മാർഗങ്ങളൊന്നും ഇനി ഹമാസിന്റെ മുമ്പിൽ അവശേഷിക്കുന്നില്ല എന്ന് ചുരുക്കം.